ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ അതാ ഞാൻ വൈകുന്നേരം ലിവിങ് റൂമിലുള്ള പ്ലാന്റ്സുകളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാനും പിന്നെ അതിൻ്റെ ആ ഒരു ഉണങ്ങിയ ഇലകളും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തു. അങ്ങനെ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി. പെപ്പർ ചിക്കനാ? ചായക്കുള്ള വെള്ളം ഗ്യാസുമേൽ വെച്ചിട്ടാണ് കേട്ടോ മോളെടുത്ത് പോയി ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് ഇതാ ചായയൊക്കെ തിളച്ച് പിന്നെ നല്ലൊരു ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചു. പിന്നെ വൈകുന്നേരം പ്രത്യേകിച്ച് പണികളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതാ ഇത് രാത്രിയാണ് കേട്ടോ. അപ്പോൾ നല്ല നാടൻ കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ക്രീമി മഷ്റൂം ഉണ്ടാക്കാമെന്ന് ആണ് വിചാരിക്കുന്നത്. അപ്പോൾ അതാ ഒരു പാനിലേക്ക് ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിക്കണേ. അതിലേക്ക് 2 മീഡിയം സൈസ് വലിയുള്ളി നല്ലോണം ബ്രൗൺ കളറാവണത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി നല്ലോണം ബ്രൗൺ കളറായിട്ട് വന്നാൽ അതിലേക്ക് ഞാനൊരു 10 കാഷ്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ ആ പാനിൽ തന്നെ കുറച്ചും കൂടിയും ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നല്ല കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുള്ള മഷ്റൂം ഇതിൽക്കൊന്ന് ഇട്ടിട്ട് ബട്ടറിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. മഷ്റൂം ഒരു 5 മിനിറ്റൊക്കെ ഇതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിക്കണേ. ഇപ്പോൾ ആ വെളുത്തുള്ളിൻ്റെ ആ ഒരു പച്ച ചോയൊക്കെ മാറുന്നത് വരെ ഒന്നും കൂടി ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു ഉള്ളിൻ്റെ അരപ്പുണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് അത് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ലോണം തിളച്ച് വരുന്ന ടൈമിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും. മുളക് പൊടിൻ്റെ അടുത്ത് ഞാൻ ചില്ലി ഫ്ലേക്സ് ഇല്ലാത്ത കാരണമാണ് കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുത്തത്. ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിക്കണം. ഇനിയിപ്പോൾ എല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. കൂണും അതുപോലെ മസാലകളും ഒക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇതാ നമ്മളെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് ഒക്കെ റെഡി ആയിട്ട് വന്നിക്കണേ. ആ ടൈമിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കറി റെഡിയായി. അപ്പോൾ ഈ ഒരു ഗ്രേവി ചിക്കനിലും മീനിലും മുട്ടയിലും ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ മസാല ഫിഷ് ഫ്രൈയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്കൊരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു 8 ചെറിയുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം ഇങ്ങനെ ബ്രൗൺ കളറായിട്ടൊന്നും വരണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഗ്രേവി നല്ലോണം തിളച്ച് വരുമ്പോൾ മീൻ ഓരോന്നായിട്ടൊന്ന് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഗ്രേവി ഡ്രൈ ആയി വരുന്നതിൻ്റെ മുന്നേ തന്നെ മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നാലാണ് 2 സൈഡിലും മസാല നല്ലോണം പിടിക്കുള്ളൂ. ഇതുപോലെ 2 സൈഡും തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമുക്ക് ഈ ഒരു മസാലയിൽ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മസാല ഫിഷ് ഫ്രൈയും റെഡിയായി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡിഷസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. എല്ലാതും അടിപൊളിയാണ് കേട്ടോ. ക്രീമി മഷ്റൂമും അതുപോലെ തന്നെ മസാല ഫിഷ് ഫ്രൈയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.